അപ്പോൾ നമ്മുടെ വീട്ടിലെ സുന്ദരി കുട്ടിക്ക് ഇതുപോലത്തെ ഒരു അടിപൊളി ഡ്രസ്സ് ഉണ്ടാക്കാം കേട്ടോ. സോ വെൽക്കം ടു അവർ ചാനൽ. വായോ, നല്ല കളർ എടുക്കുക. എനിക്ക് യെല്ലോ കളർ നല്ല ഇഷ്ടമാണ്. കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും കണ്ണിന് നല്ല കുളിർമയുള്ള കളറാട്ടോ യെല്ലോ കളർ. ലൈറ്റ് കളേഴ്സ് തന്നെ എടുക്കാൻ നോക്കുക. നല്ലൊരു ലൈനിങ് എടുക്കണം കേട്ടോ. സോഫ്റ്റ് മെറ്റീരിയൽസ് തന്നെ എടുക്കുക. മോളുടെ നല്ല അളവുള്ളൊരു ഉടുപ്പ് തന്നെ എടുക്കുക. അതിന് മുകളിൽ നമ്മൾ മടക്കി വെച്ച് അങ്ങനെ കട്ട് ചെയ്താൽ മതി. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പ്രൊഫഷണൽസ് തയ്ക്കുന്നവരൊന്നും ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട. അവർക്കൊക്കെ ഇത് പുച്ഛമായിരിക്കും. എന്നാലും കുഴപ്പമില്ല. നമ്മളെ പോലെയുള്ള ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളവരാണ്. എല്ലാവർക്കും അടിക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ് കേട്ടോ. കടുകട്ടിയായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങും പറയുന്നില്ല. ഈ കാണുന്ന പോലെ പതിയെ ചെയ്താൽ മതി. സൗണ്ട് ഡിസ്റ്റർബൻസ് ആണെന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്ത ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണാൻ നോക്കുക. ഇതിനൊപ്പം വെച്ച് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത്, സ്ലോ ആയിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ ഉൾവശം കുത്തരുത്, കുഞ്ഞു മക്കളല്ലേ, കുത്തരുത്. അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തിരിച്ചടിക്കുന്നത്. അതും കൂടെ നന്നായി ഒന്ന് ശ്രദ്ധിക്കണേ. സ്ലീവ്ലെസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രില്ല് കൊടുക്കാം. ഞാനതിൽ ഫ്രില്ല് എടുക്കുന്നുണ്ട്. ഗാദറിങ്സ് എങ്ങനെ ചെയ്യുന്നുള്ള വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഈ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല. ഈ ഗാദറിങ്സ് മീൻസ് ഈ ഫ്രില്ല് കൊടുക്കുന്നത് കുറച്ചുകൂടി കുഞ്ഞുമക്കൾക്ക് ഭംഗി കൊണ്ടുവരും കേട്ടോ. അവർ കൈയൊക്കെ ഇങ്ങനെ ഇളക്കി കളിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു പൂമ്പാറ്റ പോലെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സ്. അത് പെൺകുട്ടികളുടെ. എന്ത് ചെയ്യാൻ, എനിക്കൊരു ചെക്കൻകുട്ടിയായി പോയി. എന്നാലും ഞാൻ നോക്കി കുറച്ച് വലുതാവട്ടെ ഇട്ട് കൊടുക്കും. ഇത് ക്രോസ് പീസാണ് കേട്ടോ. നമ്മളെ കൈ സ്ലീവ്സ് കുത്താതിരിക്കാൻ ഉള്ളിലേക്ക് മടക്കി വെച്ച് അടിച്ചു കൊടുക്കണേ. വൃത്തിയായി അടിക്കാൻ ശ്രമിക്കുക. കൂടുതൽ സ്റ്റിച്ചിങ്സ് കൊടുക്കണ്ട കേട്ടോ. അടിക്കുന്നത് ചെറിയ സ്റ്റിച്ചിട്ട് അടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ബലം കിട്ടും. ഒരുപാട് സ്റ്റിച്ച് അടി അതിൽ വരില്ല. ഒരുപാട് അടി വരുമ്പോൾ അത് ആ ഭാഗം കനം വയ്ക്കും. കുഞ്ഞു മക്കൾക്കാകുമ്പം കക്ഷം ഭാഗം, ഇടുപ്പ് വശം, കഴുത്ത് വശമൊന്നും കുത്താതെ പ്രത്യേകിച്ച് നോക്കണം കേട്ടോ. അതിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പതിയെ പറഞ്ഞു തരുന്നത്. പിന്നെ ലെങ്തി ആയിട്ട് പാർട്ട് എടുത്തിട്ട് നമ്മുടെ ഇടുപ്പ് വശം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലും ഗാദറിങ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെച്ച് ചെറിയ ചുളിവെടുത്ത് തയ്ച്ചാലും മതി കേട്ടോ. ലെങ്ത്തിനനുസരിച്ച് എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്നാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിന് എത്ര ഭംഗി വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ, ലൈക്കും ചെയ്യാൻ മറക്കരുത്.